പ്രാർത്ഥന നിനവറിയാചന അതുപോലെ ശുശ്രൂഷ കൈക്കൊള്ളുക. കടലിൽ യോനെ കരുളിയപ്പോ ആടിയ ഉത്തര അരുളിടുക. മറിയാമിൽ നിന്ന് ശരീരം ധരിക്കുകയും യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമായ കർത്താവേ, ഈ സമയത്ത് തിരുസന്നിധിയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിൻ്റെയും ദിവ്യന്മാരായ നിൻ്റെ സ്നേഹന്മാരുടെയും നിൻ്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ്ലീഹായുടെ കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നും അത് നിമിത്തം പൗലോസ് ഇന്ന് ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏകശരീരരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ പ്രമേയധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം
അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച് അനാദി നിർണയപ്രകാരം സമൂഹാന്തരം അറിവായി വന്നു. അവനിൽ ആശ്രയിച്ചിട്ട് അവനുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാകുന്നവരുടെ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് തൻ്റെ വിശുദ്ധ മണ്ഡപങ്ങൾ പ്രവേശിച്ച് വിശുദ്ധീൻ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധായ എവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൂഹായുടെ നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ ദുരിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ഓശോ ബുകുലസുബാലവൽമേ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസിന് എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മശിഹായുടെ നടപടിയുടെ കാലങ്ങളിൽ ഇപ്രകാരം സംഭവിച്ചു. അവൻ വളർന്ന് നസ്രത്തിൽ വന്നു. ശബ്ബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ.
നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. കടങ്ങളെ പരിഹരിക്കുന്നവനും പാപങ്ങളെ ക്ഷമിക്കുന്നവനും അശുദ്ധിയുള്ളവരെ ശുദ്ധീകരിക്കുന്നവനും അനുതാപികളെ കൈക്കൊള്ളുന്നവനും പാപികളുടെ തിരിച്ചുവരവിൽ ഇഷ്ടമുള്ളവനും കുറ്റക്കാരുടെ രക്ഷയ്ക്കായി വാഞ്ചിച്ചിരിക്കുന്നവനും വെളുപ്പേ ഞാൻ ഉത്തരം പറയുമെന്നും മുട്ടുവേ ഞാൻ തുറന്ന് എൻ്റെ കൈ നിങ്ങൾക്ക് നീട്ടിത്തന്ന് നിങ്ങളുടെ പാപങ്ങളും അകൃത്യങ്ങളും ക്ഷമിക്കുമെന്നും അരുളി ചെയ്തവനായ തനിക്ക് ദൈവികമായ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ഹോശോ ബുകുലസുബാലവൽമേ. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായ്ച്ചില്ലാതാക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിൻ്റെ സർവ്വജനത്തിൻ്റെയും പാപങ്ങളും നിൻ്റെ സ്നേഹകാരുണ്യത്താൽ മായ്ച്ചു നല്ലവനെ ദയതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിൻ്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മൽപ്പാന്മാരെയും വിശുദ്ധിയും മഹത്വവുമുള്ള നിന്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദയമാകുന്ന മഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിൻ്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായി ഞങ്ങളുടെ രാജാവായ മശിഹായേ, ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും കോപത്തിൻ്റെ വടികളും നിന്റെ കാരുണ്യത്താ ഞങ്ങളെ നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിന് മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരയേറ്റിക്കൊള്ളുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ദൈവമായ കർത്താവേ, ദൈവികമായ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്ത് തൻ്റെ വിശുദ്ധയാലയത്തിൽ കൂടെ നിന്നിൽ നിന്നുള്ള ധാരാളമായ അനുഗ്രഹങ്ങൾക്കായി നോക്കി പാർക്കുന്ന നിന്റെ ദാസന്മാരും ദാസികളുമായ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ റൂഹായുടെ നൽവരം ഞങ്ങൾക്ക് അയച്ചു തരണമേ. തിരുശരീരവും വിലമതിക്കാതല്ലാത്ത തിരുരക്തവും കൈക്കൊള്ളുന്നതിന് ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുവാൻ ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. നിന്റെ ആത്മീയായുധം ഞങ്ങളെ ധരിപ്പിക്കണമേ. സ്നേഹവും ഐക്യവും കൊണ്ട് ഞങ്ങളെ അലങ്കരിക്കണമേ. ശിക്ഷകളിൽ നിന്നും കോപത്തിൻ്റെ വടിയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ജയമുള്ള നിന്റെ സ്ലീബായാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രണ്ടാമത്തെ നിന്റെ എഴുന്നള്ളത്തിൽ നിന്റെ വലത്തുഭാഗത്തുള്ള ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും
എന്നേക്കും ദൈവത്തെങ്കിൽ നിന്ന് നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം ആമേൻ എന്നുത്തരമായിട്ട് പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനും വിശുദ്ധിയുമുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരൻ്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ദൈവത്തിൻ്റെ ഏകപുത്രനും സത്യവും ജനിച്ചനും ശിഷ്ടലാത്തനും പ്രത്യേകതയോടേകത്തുള്ളവനും സൃഷ്ടിക്കും മാത്രമായവനും മനുഷ്യരായ ഞങ്ങൾ രക്ഷിക്കും വേണ്ടി തുടങ്ങി ഇടം ധരിച്ച് നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ട് ക്രിസ്ത്യാനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് കരയേറി നടത്തമാകത്തിരുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുള്ളവനും ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെയും വിധിപ്പാൻ യേശുവിശിയായ കർത്താവിൽ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിനുള്ള മാമോദീസ ഞങ്ങൾക്ക് തന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആത്മീയവും ഭൗതികമായിട്ട് കർത്താവെ ഓരോ ദിവസവും എത്ര മനോഹരമായിട്ട് അതിശയമായിട്ട് ഞങ്ങളെ പരിപാലിക്കുന്നു കർത്താവെ. ദൈവമായ കർത്താവെ, ഇത് ഞങ്ങളുടെ കൈകളിലും എടുക്കോ, ഞങ്ങളുടെ ബുദ്ധി സാമർഥ്യമോ ഞങ്ങളുടെ പ്രാഗൽഭ്യമോ മികവോ ഒന്നുമല്ല കർത്താവെ. നീ തന്നതും നീ നിർത്തിയതുമാണല്ലോ കർത്താവെ. ഞങ്ങളൊരു പ്രാവശ്യം കൂടെ ഹാബേലിൻ്റെ ബലിയെ പോലെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. ഇന്ന് ഈ സ്തോത്ര ശുശ്രൂഷയിൽ പങ്കാളികളായ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ്. ഇത് സ്വീകരിച്ചിട്ട് തിരുനാമത്തിനും മഹത്വത്തിനും പരിശുദ്ധ സഭയുടെ അനുഗ്രഹത്തിനും ദൈവരാജ്യത്തിൻ്റെ വിപുലീകരണത്തിനും ഇത് മുഖാന്തരമാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് തിരുസാന്നിധ്യം കൂടെ ഇരുന്നാട്ട് യേശു നാമത്തിലുള്ള പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ വിശുദ്ധ ദിവസം നമുക്കൊരുമിച്ച് ദൈവൻപാകെ അടുത്ത് വരുവാൻ, തിരുമേശയിൽ സംബന്ധിപ്പാൻ, അവനെ ആരാധിപ്പാൻ ലഭിക്കുന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ ശുശ്രൂഷയിൽ നമുക്ക് നേതൃത്വം നൽകുന്നതായ സോണി ഫിലിപ്പച്ചനെ പരിചയപ്പെടുത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സോണി ഫിലിപ്പച്ചൻ ഇപ്പോൾ സെൻറ്റ് ആൻഡ്രൂസ് മാർത്തോമ ചർച്ച് ന്യൂയോർക്ക് വികാരിയായി പ്രവർത്തിക്കുന്നു. അച്ഛൻ്റെ ഫസ്റ്റ് കസിനാണ് രാജു കെ നായനാൻ. നോർത്ത് ഷോറിലുള്ള പ്രിയപ്പെട്ട രാജു കെ നായനാനുകളുടെ ഫസ്റ്റ് കസിനാണ്. പ്രത്യേകാൽ അവരുടെ ഭവനത്തെ സന്ദർശിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയും കടന്നു വന്നതായ ഈ അവസരത്തിൽ ട്രിനിറ്റി മാർത്തോമ ഇടവയുടെ ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്നു. അതിന് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. അച്ഛനോടൊപ്പം ആശ കൊച്ചമ്മ, നമ്മുടെ മാത്യു ഫിലിപ്പച്ചൻ്റെ കൊച്ചമ്മയെ പോലെ സോണി ഫിലിപ്പച്ചൻ്റെ കൊച്ചമ്മയുടെ പേര് ആശ എന്നാണ്. കൊച്ചമ്മ ഒന്ന് നിശ്ചയിക്കാമോ? ആശ കൊച്ചമ്മയും സംബന്ധിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടെ ഈ ഇടവയുടെ കൂട്ടായ്മയിലേക്ക് അച്ഛനെ കുടുംബമായി സ്വാഗതം ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിന് മുൻപ് അമേരിക്കയിൽ വരുന്നതിന് മുമ്പ് കുന്നംകുളം, കണ്ണൂർ, കൊട്ടാരക്കര, വാളകം, രാജാറ മുതലായ ഇടവകയുടെ വികാരിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നന്നായി തിരുവചനം സംസാരിക്കുകയും കാര്യങ്ങൾ വളരെ ക്രമീകൃതമായി ഓർഗനൈസ് ചെയ്യുവാനും അച്ഛന് തനതായ കഴിവുണ്ട്. പ്രത്യേകിച്ച് ഞാൻ കൽക്കട്ട ഇരിക്കുമ്പോൾ
ഭദ്രാസന പിരിവിനോട് സംബന്ധിച്ച് കൽക്കട്ടയിൽ വരികയും ഞങ്ങൾ ഒരുമിച്ച് ആ ദിവസങ്ങളിൽ കൂട്ടായ്മ അനുഭവിച്ചത് ഈ സമയത്ത് ഓർക്കുന്നു. പ്രത്യേകാൽ വീണ്ടും ഒരിക്കൽ കൂടെ കാണുവാൻ, ശുശ്രൂഷയിൽ ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം ഇടയാക്കുന്നതിലോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ മാത്യൂസ് ഫിലിപ്പച്ചൻ്റെ പേരും ഞങ്ങളുടെ പേരിലും പ്രത്യേകാൽ ഇടവയുടെ പേരിലുള്ള എല്ലാ സ്വാഗതവും ഈ സമയത്ത് ആശംസിക്കുന്നു. തിരുവചന ധ്യാനത്തിനായി അച്ഛനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മാത്യൂസ് ഫിലിപ്പ് അച്ഛൻ, പ്രിയപ്പെട്ട ഫിലിപ്പ് അച്ഛൻ, കർത്താവിൽ പ്രിയ ദൈവജനമേ, ഇന്ന് ഈ ഇടവകയിൽ ഈ അനുഗ്രഹമായിട്ടുള്ള ആരാധന ശുശ്രൂഷയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ചോർ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛനെ പരിചയപ്പെടുത്തിയല്ലോ, പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. എൻ്റെ സ്വദേശം റാന്നി, ഹോം പാരീഷ് റാന്നി വാകത്താനം താബോർ മർത്തോമ ഇടവകയാണ്. എനിക്ക് ഈ ഇടവകയിൽ ഒത്തിരി പരിചയക്കാരുണ്ട്. എൻ്റെ ബന്ധമൊക്കെ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ജെഫിനെ ഓർത്ത് ഈ നാളുകളിൽ നിങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഇടവകയിൽ വരുവാനും നിങ്ങളെല്ലാവരെയും കാണുവാനും ഒക്കെ സാധിച്ചതിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. തിരുവചന ധ്യാനത്തിനായിട്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 4 വേഴ്സസ് 16 through 22 ഒരാൾക്ക് വായിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധന നിധിനമായിരിക്കും ദൈവമേ, സ്വർഗസ്ഥ പരമപിതാവേ, ഇന്ന് വചനം കർത്താവെ ഞങ്ങളോട് ശക്തിയായിട്ട് സംസാരിക്കുവാൻ തക്കവണ്ണം നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് വചനത്തിന് മുൻഭാഗം ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ കുറവുകളും പരിമിതികളും മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവെ ചെത്തി പിടിപ്പാക്കുന്നൊരു അനുഭവത്തെ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് വചനം കർത്താവെ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ ഈ വചനത്താൽ രൂപാന്തരപ്പെടുവാൻ, ശക്തീകരിക്കപ്പെടുവാൻ, ഈ വചനത്താൽ കർത്താവിൻ്റെ സമാധാന സുവിശേഷത്തിൻ്റെ വാഹകരായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമായ കർത്താവെ, ഇന്ന് വചനം പറയുമ്പോൾ ബലഹീനായിരിക്കുന്ന അടിയൻ്റെ ബൗദ്ധികതയോടുകൂടെ ഇരിക്കണമേ, നിൻ്റെ ശബ്ദം ജനം കേൾക്കുവാൻ തക്കവണ്ണം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനത്തിൻ്റെ നന്മകളാൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിലേക്ക് മടങ്ങുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുറവുകളെ ക്ഷമിച്ചാട്ട് യേശു നാമത്തിലടി ഞങ്ങളുടെ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ഇവിടെ യേശു കർത്താവ് സിനഗോഗിലെ ആരാധനയുടെ മധ്യത്തിൽ കർത്താവിൻ്റെ ഒരു നയ പ്രഖ്യാപന പ്രസംഗം നടത്തുകയാണ്. ദ ഗ്രേറ്റ് ലീഡേഴ്സ് ഇൻ ദ വേൾഡ് ബിഫോർ ദേ സ്റ്റാർട്ട് ദെയർ പബ്ലിക് മിനിസ്ട്രി ദേ വിൽ ഡു ഇനാഗുറൽ സ്പീച്ച്. നമുക്കറിയാം, ലോകത്തിൻ്റെ ശക്തനായിരിക്കുന്ന നേതാക്കളൊക്കെയും അവരുടെ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അവരെ അതിനൊരു നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്ന ഒരു പതിവ് നമുക്ക് കാണുവാൻ സാധിക്കും. അത് അമേരിക്കൻ പ്രസിഡൻ്റ് ആണെങ്കിലും ഇന്ത്യൻ പ്രസിഡൻ്റ് ആണെങ്കിലും അത് മറ്റ് ചുമതലയിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവരുടെ ഒരു സ്വപ്നവും ദർശനവുമൊക്കെ ജനങ്ങളുമായിട്ട്, പൊതുസമൂഹമായിട്ട് പങ്കുവെക്കുവാൻ ശ്രമിക്കുകയാണ്. അതിലൂടെയാണ് നേതാവിൻ്റെ സ്വപ്നം എന്താണ്, വാട്ട് ഈസ് ഹിസ് ഡ്രീം, വാട്ട് ഈസ് ഹിസ് വിഷൻ, എന്ത് ഒരു ദർശനമാണ് ഈ ഒരു സമൂഹത്തെ മുമ്പോട്ട് നയിക്കുന്നതിൽ പങ്കുവെക്കുവാൻ ശ്രമിക്കുന്നത്. സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി പ്രയോറിറ്റി ഓഫ് എ ലീഡർ. കർത്താവ് പറയുന്നത് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാനാണ്. ഇവിടെ ഒരു നേതാവിൻ്റെ പരിഗണന എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്.
വാട്ട് ഈസ് ദ ആക്ഷൻസ് ഓഫ് എ ലീഡർ? എന്ത് ഒരു പ്രവൃത്തികളാണ് ഈ വരുന്ന നാളുകളിൽ ചെയ്യുവാൻ പോകുന്നത്? വാട്ട് ഈസ് ദ എയിം ആൻഡ് ഡെസ്റ്റിനി ഓഫ് ദിസ് ലീഡർ? എന്ത് ലക്ഷ്യത്തിലാണ്, എന്ത് താല്പര്യത്തിലാണ് പ്രവർത്തിക്കുവാൻ പോകുന്നത്? അതുകൊണ്ട് തന്നെ നാസറത്ത് മാനിഫെസ്റ്റോ എന്നും അല്ലെങ്കിൽ മിസ്സിയാനിക് അജണ്ട എന്നും ഒക്കെ തിയോളജിക്കൽ ടെർമിനോളജിയൊക്കെ നൽകി പലപ്പോഴും വിളിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കർത്താവ് ഉദ്ദേശിക്കുന്നത് ജീവിതവും പ്രവൃത്തിയും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ഒരു സുവിശേഷ ക്രമം ഈ നാളുകളിൽ ഉണ്ടാകണം എന്ന് നമ്മൾ ഗോസ്പല്, അത് സുവിശേഷത്തെക്കുറിച്ച്, അതിൻ്റെ ജീവിതക്രമത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസം കൂടെയാണ്. സുവിശേഷം എന്നൊക്കെ പറഞ്ഞാൽ പ്രിയമുള്ളവരെ, അതൊരു ശക്തമായ ഒരു ജീവിതക്രമത്തെക്കുറിച്ച് പറയുകയാണ്. ഒരു ഡിവൈൻ സ്റ്റാൻഡേർഡിൽ അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്ന ഒരു ജീവിതക്രമത്തെക്കുറിച്ച് പറയുമ്പോൾ ഹൂ ഈസ് ഗോഡ്, ദൈവം എന്താണ് എന്നുള്ളത് കർത്താവ് വ്യക്തമായിട്ടിവിടെ പറയുകയാണ്. വിശക്കുന്നവന് ദൈവം അപ്പമായിട്ട് തീരണം, കുരുടന് കാഴ്ചയായിട്ട് മാറുന്ന സാന്നിധ്യമാണ് ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വൈകല്യമുള്ള ആളിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ നൃത്തത്തിൻ്റെ ചുവടുകളെ ചവിട്ടുവാൻ സാധിക്കുന്ന ഒരു സാന്നിധ്യം നൽകുന്നതാണ് ദൈവം എന്ന് പറയുന്നത്. കേൾവി നഷ്ടപ്പെട്ടവന് കേൾവിയായിട്ട് തീരുന്ന തിരുസാന്നിധ്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്താണ് ദൈവം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് കർത്താവ് ഈ ഭാഗത്ത് തൻ്റെ ഈ പ്രസംഗത്തിൽ പഠിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനകത്ത് 4 കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ദർ ഈസ് എ വർഷിപ്പ് കോൺടെസ്റ്റ്, ഒരു ആരാധനയുടെ, സിനഗോഗ് ആരാധനയുടെ മധ്യത്തിലാണ് കർത്താവ് ഇത് ചെയ്യുവാൻ ശ്രമിക്കുന്നത്. 2, ദർ ഈസ് എ കോൺടെസ്റ്റ് ഓഫ് ടെമ്പിൾ, പരിശുദ്ധ ആലയത്തിൻ്റെ ശുശ്രൂഷയുടെ മധ്യത്തിലാണ് കർത്താവ് ഈ നയപ്രഖ്യാപന പ്രസംഗം നടത്തുവാൻ ശ്രമിക്കുന്നത്. ദർ ഈസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്ക്രിപ്ചർ, വേദപുസ്തക വ്യാഖ്യാനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് കർത്താവ് തൻ്റെ ഈ ഒരു ശുശ്രൂഷയെക്കുറിച്ച് വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുന്നത്. അതുമാത്രമല്ല, ഇൻ ദ ലാസ്റ്റ് പാർട്ട് ദർ ഈസ് ഗ്രേറ്റ് മിഷൻ, ഇതൊരു ദൗത്യത്തിലാണ് ചെന്ന് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. പ്രിയമുള്ളവരെ, എന്താണ് ആരാധന എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഇന്ന് ആരാധന എന്നൊക്കെ പറയുമ്പോൾ അതിനെ പല രീതിയിൽ ആളുകൾ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരാധന എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ഇതിനകത്ത് വരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുവാനും ശക്തീകരിക്കപ്പെടുവാനുമാണ്. ഇത് പലപ്പോഴും ദൈവത്തെ കൊഞ്ഞനം കുത്തുന്ന ഒരു ഏർപ്പാടായിട്ട് പല ആരാധനകളും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, ആരാധനയുടെ എല്ലാ അടിസ്ഥാനപരമായ സങ്കല്പങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ തകിടം മറിച്ചുകൊണ്ട് ഇന്ന് ആരാധന എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും തോന്നിയ രീതിയിൽ ആകുന്ന ഒരു ക്രമങ്ങളിലേക്ക് പോകുക. അതുകൊണ്ടാണ് ഇന്ന് ആളുകൾ പറയുന്നത്, ഉന്തി വീഴ്ത്തുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതൽ ആളുകൾ വരാം, ഊതി വീഴ്ത്തുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ ഞങ്ങൾ കടന്നു വരാം, വായുവിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് തരുവാണെങ്കിൽ ഞങ്ങൾ ആരാധനയ്ക്കായിട്ട് കടന്നു വരാം എന്ന് പറയുന്നിടത്താണ് കാര്യങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കിട്ടും എന്നുള്ളത് മാത്രം ചിന്തിച്ചുകൊണ്ട് ആരാധനയുടെ ഭാഗമായിരിക്കുന്നിടത്ത് അടിസ്ഥാനപരമായ ആരാധനയ്ക്ക് അപജയം സംഭവിച്ചു കഴിഞ്ഞിരിക്കും. അതുതന്നെയാണല്ലോ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പറയുവാൻ ശ്രമിക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ദൈവം നമ്മുടെ പിതാവായിരിക്കുന്നത് കൊണ്ട് അവനെ നമ്മൾ ആരാധിക്കേണ്ടത് നമ്മുടെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് മറന്നുകൊണ്ട് നമ്മൾ പലപ്പോഴും ആരാധനയിൽ പലപ്പോഴും ഒരു റിസീവിങ് എൻഡിൽ മാത്രം നിൽക്കുവാൻ ശ്രമിക്കും. ഈ അടുത്ത സമയത്ത് ചെറുപ്പക്കാരൻ രാവിലെ ഇറങ്ങുമ്പോൾ അവന് അടിച്ചു നോക്കുന്ന, ഒരു പള്ളിയിൽ പോകുന്ന കാര്യം അവൻ ഗൂഗിളിൽ അടിച്ചു നോക്കുകയാണ്. അപ്പോൾ അവൻ അടിച്ചു നോക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി കിട്ടുന്ന പള്ളി ഏതാണ് അവൻ അടിച്ചു നോക്കുകയാണ്. അതനുസരിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അനുഭവം. പ്രിയമുള്ളവരെ, ഇത് വില കൊടുത്ത് ആരാധിക്കേണ്ടതാണ്. വില കൊടുത്ത് ആരാധിച്ചുവെങ്കിൽ മാത്രമേ നിനക്ക് സ്വർഗീയ അനുഗ്രഹങ്ങളെ പ്രാപിച്ചുകൊണ്ട് മടങ്ങുവാൻ സാധ്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് ആരാധനയുടെ മധ്യത്തിലാണ് കർത്താവ് തന്നെ നിലപാട് പ്രഖ്യാപിക്കുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, നമ്മൾ പള്ളിയിൽ വരുന്നത് എന്തിനാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആരാധനയ്ക്കകത്ത് നിലപാട് വേണം. നിലപാട് ഇല്ലാതെ ആരാധിച്ചിട്ട് കാര്യമില്ല. വളരെ ഫ്ലെക്സിബിളാണ്. ഇന്ന് നമുക്ക് എന്തുമാകാം, എങ്ങനെയുമാകാം എന്ന് ചിന്തിക്കുന്ന കാലം. പിതാക്കന്മാരിട്ട അതിരുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ, വളരെ വ്യക്തമായിട്ട് ആരാധനാബോധം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. Another thing is a contest of temple. ഇതൊരു ദേവാലയ ആരാധനയുടെ പശ്ചാത്തലത്തിലാണ് കർത്താവ് ഇത് പറയുവാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ദേവാലയം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വികാരമായിട്ട് മാറണം. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ദേവാലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ച ഒരു ജനതയെക്കുറിച്ചാണ് സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്.
ഇന്ന് ദേവാലയത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ എത്ര പേർക്കാണ് സന്തോഷം. എങ്ങനെയെങ്കിലും ഒരു എക്സ്ക്യൂസ് കണ്ടെത്തി ആരാധന ആലയത്തിൽ പോകാതിരിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു. ദേവാലയത്തിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടന്നപ്പോൾ കരഞ്ഞ ഒരു ജനതയെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദേവാലയം ഒരു വൈകാരികതയാണ്. എൻ്റെ ആലയത്തിന് സംഭവിക്കുന്ന ഏത് പരാജയവും എൻ്റെ പരാജയമാണ്. അതിന് സംഭവിക്കുന്ന ഏത് ഉയർച്ചയും എൻ്റെ ഉയർച്ചയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിട്ട് തീരണം. പ്രിയമുള്ളവരെ, അത് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്ന അനുഭവം. ദേവാലയത്തിൽ നമ്മൾ വരുന്നത് എന്തിനാണ് പ്രിയമുള്ളവരെ? ഭാരങ്ങൾ ഇറക്കി വെക്കാൻ, അല്ലാതെ വഴക്ക് വിടാൻ വേണ്ടിയല്ല, ഗ്രൂപ്പിസം കളിക്കാൻ വേണ്ടിയല്ല, പൊളിറ്റിക്സ് കളിക്കാനല്ല, നമ്മുടെ ഷോപ്പ് കാണിക്കാനല്ല. പ്രിയമുള്ളവരെ, ദേവാലയത്തിനകത്ത് കടന്നു വരുന്നത് കൊരിന്ത്യ സഭയോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ സഭ ഉണ്ട് എങ്കിലും വളരെ അധാർമികതയിലാണ് സഭയുടെ ജീവിതം. പുറമേ നോക്കുമ്പോൾ പല ആത്മീയമായിരിക്കുന്ന മേളക്കൊഴുപ്പുകളും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. തീർത്തും തകർന്നിരിക്കുന്ന ഒരനുഭവം കൊരിന്ത്യ സഭയോട് പറയുവാൻ ശ്രമിക്കുക. ഇന്നത്തെ ഒരു വേർഷനിൽ പറഞ്ഞാൽ നമുക്കറിയാം, കൊരിന്ത്യ സഭയുടെ ജീവിതം പോലെ ഇന്ന് പലയിടങ്ങളിലുമായിരിക്കും. ഇവിടുത്തെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. വൈസ് പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ തലേ തുണിയിട്ടുകൊണ്ട് ബാറി കയറുന്നവൻ, സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അതിന് മാന്തുന്നവനാണ് സെക്രട്ടറി, അൽമായ ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ അപ്പന് വെള്ളം കൊടുക്കാത്തവനാണ് അൽമായ ശുശ്രൂഷകൻ, ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ വെട്ടുപലിശയ്ക്ക് ആളുകളോട് കൊള്ളപ്പലിശ നടത്തുന്നവനാണ് ട്രസ്റ്റി ആയിട്ടിരിക്കുന്നവൻ, സ്വത്രാഴ്ച ഇടാത്തവൻ അക്കൗണ്ട് ട്രസ്റ്റി ആയിട്ടിരിക്കുന്നു. ഓഡിറ്റർ ആരാണ്? IRS എല്ലാ വർഷവും വെട്ടിക്കുന്നവനാണ് ഓഡിറ്ററായിട്ടിരിക്കുന്നത്. ദിസ് ഈസ് എ ന്യൂ വേർഷൻ ഓഫ് ദ ചർച്ച്. കൊരിന്ത്യ സഭയോട് വളരെ ശക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഇത് മാറിയേ പറ്റുകയുള്ളൂ. നിങ്ങൾ ദൈവത്തിൻ്റെ പത്രങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. യു ആർ സെൻഡ് ബൈ ഗോഡ് വിത്ത് എ സ്പെഷ്യൽ പ്രൊജക്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ സ്വപ്നമായിട്ട് ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നവരാണ് നിങ്ങളെന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ജീവിതത്തിൽ വ്യതിചലിച്ചിരിക്കുന്നു. മലങ്കര സഭയ്ക്ക് ഇന്ന് എവിടെയെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ പ്രശ്നം തന്നെയാണ്. പ്രിയമുള്ളവരെ, എവിടെയാണ് നമുക്ക് കുഴപ്പം സംഭവിച്ചിരിക്കുന്നത്? ദേവാലയത്തിനകത്ത് വരുന്നത് എന്തിനാണ് എന്നുള്ളൊരു ബോധ്യം നമ്മളെ ഭരിച്ചുവെങ്കിൽ മാത്രമേ വ്യക്തമായ ലക്ഷ്യത്തിൽ, കർത്താവ് ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ ഈ ജീവിതത്തെ നമുക്ക് മുമ്പോട്ട് നയിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഭാരം ഇറക്കി വെക്കാനുള്ള ഇടമാണ്. ഇവിടെ നമ്മൾ വരുന്നത് ദർശനം കാണാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മൾ വരുന്ന ദൈവശബ്ദം കേൾക്കുന്നതിന് വേണ്ടിയാണ്. എത്ര നാളായി ദർശനം കണ്ടിട്ട്, എത്ര നാളായി ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് നമ്മൾ ഭയങ്കര ബിസിയാണ്. ഒരിക്കൽ കൺവെൻഷൻ പ്രസംഗം പറഞ്ഞതുപോലെ 36 ദിവസം തുടർച്ചയായിട്ട് ഞാൻ പ്രസംഗിക്കുകയാണ്, ബൈബിൾ വായിക്കാൻ എനിക്ക് ഒട്ടും സമയം കിട്ടിയില്ല അച്ഛ എന്ന് പറഞ്ഞതുപോലെയാണ്. ദൈവശബ്ദം കേട്ടിട്ട് എത്ര നാളുകളായി നമ്മുടെ ജീവിതത്തിൽ? ഒരു പൂ വിരിയുന്നത് നമ്മൾ കണ്ടിട്ട് എത്ര നാളായി അല്ലേ? പ്രഭാതത്തിൽ ഒരു സമയ ഘടികാരം അടിക്കുന്നതിൻ്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടോ ഈ നാളുകളിൽ? ഈ ഓൾട്ടറിൽ വെക്കുന്ന മെഴുകുതിരി കത്തുന്നതിൻ്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ജീവിത സഖിയുടെ ഒരു ഹൃദയം ഇടുപ്പിൻ്റെ ശബ്ദം നമ്മൾ കേട്ടിട്ട് എത്ര നാളായി? പ്രിയമുള്ളവരെ, പിന്നെയല്ലേ ദൈവത്തിൻ്റെ ശബ്ദം. ഈ നാളുകളിൽ ഭയങ്കര ബിസിയാണ് നമുക്ക്. ഞാൻ പറയും, അമേരിക്കയിൽ വന്നാൽ ഒട്ടും കിട്ടാത്തൊരു കാര്യമാണ് ടൈം എന്ന് പറയുന്ന സമയം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തിരക്കുകൾ, പ്രിയമുള്ളവരെ, നമ്മൾ സൈഡ് ലൈൻ ചെയ്യുന്നത് ദൈവത്തെയാണ് എന്നുള്ളതാണ് സങ്കടകരമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയുന്നത്, ഈ എന്നോടൊന്നും പറയണ്ട, അങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതിയെന്നാണ് പറയുന്നത്. അങ്ങനെ ആയത് കാരണം പ്രസംഗം കേട്ട് നമുക്കും ഒക്കെ പറ്റിപ്പോയത്, ജീവിതമില്ലാതെ പോയത് കൊണ്ട് പൊതുസമൂഹം പറഞ്ഞു നടക്കാത്ത കാര്യങ്ങളൊക്കെ പറയാനുള്ള സ്ഥലമാണ് പള്ളി. അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത്, നടക്കാത്ത കാര്യങ്ങളല്ല, നടക്കുന്ന കാര്യങ്ങൾ തന്നെ പറയാനുള്ള ഇടമാണ് പള്ളി. കർത്താവ് വളരെ വ്യക്തമായിട്ട് ഇത് ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുന്നിടത്ത് കർത്താവ് അത് തന്നെ നൽകുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ജീവിതമാണ് നമ്മൾ വായിക്കുന്നത്. അനദർ, ഇറ്റ് ഈസ് എ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്ക്രിപ്ചർ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം എടുത്തിട്ട് കർത്താവ് അതിനെ വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന വ്യാഖ്യാനങ്ങൾ നിന്നുകൊണ്ട് വേണം ജീവിതയാത്ര തുടരേണ്ടത്, വിശ്വാസയാത്ര. കാരണം വി നോ ഇറ്റ് ഈസ് എ റിഫോംഡ് ചാർജ്. ഇതൊരു നവീകരിക്കപ്പെട്ട സഭ എന്ന നിലയിൽ നമ്മുടെ വിശ്വാസയാത്രയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഓപ്പൺ ബൈബിൾ, തുറന്ന വേദപുസ്തകമാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. വെറുതെ വായിച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്കറിയാം, ഗാന്ധിയും ഗോഡ്സെയും ഒരേ സീക്രട്ട് ബുക്ക് അവിടെ വായിച്ചത്, രണ്ടുപേരും ഭഗവത്ഗീത വായിച്ച ആളുകളാണ്. എന്നാൽ ഗാന്ധിജിക്ക് എന്ത് പറ്റി, ഗോഡ്സേക്ക് എന്ത് പറ്റി എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് വേദപുസ്തകം വെറുതെ എടുക്കുവാനും വായിക്കുവാനും ഉള്ളതല്ല പ്രിയമുള്ളവരെ. ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തന്നെ വ്യാഖ്യാനിക്കണം. കാരണം കർത്താവ് ഇതിനെ ജീവിതഗന്ധിയായിട്ട് വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുകയാണ്. കർത്താവിൻ്റെ ജീവിതം തന്നെ അതിന് വ്യാഖ്യാനമായിട്ട് കർത്താവ് ഈ ലോകത്തിന് തന്നെ കൊടുക്കുവാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ബൈബിൾ നമ്മുടെ ഏറ്റവും വലിയ ബേസുകളിൽ ഒന്നാണല്ലോ പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ഇതിനെ സ്പർശിക്കുന്നതും അതിനെക്കുറിച്ച് ഈ ഒരു ഗോസ്പലിൻ്റെ ഭാഷ പറയുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ വാട്ട് കൈൻഡ് ഓഫ് ബൈബിൾ വി ആർ ഹാവിങ് ഇൻ അവർ ഹാൻഡ്?
ആരുടെ വേദപുസ്തകമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്? ഞാൻ പറയും പലപ്പോഴും പരീശൻ്റെ വേദപുസ്തകം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അതാണ് നമ്മുടെയൊക്കെ പ്രശ്നമെന്ന് പറയുന്നത്. ഇവൻ തച്ചൻ്റെ മകനല്ലയോ എന്ന് പറഞ്ഞ് തള്ളാൻ ശ്രമിക്കുകയാണ്, സൈഡ് ലൈൻ ചെയ്യുവാൻ കർത്താവിനെ ശ്രമിക്കുകയാണ്. നമുക്കറിയാം ഈ ദൈവം ആരാണ്? ഈസ് എ ഗോഡ് ഓഫ് സ്പാരോ, കുരുകിലിൻ്റെ ദൈവം. നമുക്കറിയാം 4 കുരുകിൽ ലഭിക്കുമ്പോൾ 5ാമത് കിട്ടുന്നത് ഫ്രീ ആണ്. നമ്മുടെ തലയിലെ ഒരു മുടി പോലും എണ്ണുന്ന ദൈവ സാന്നിധ്യത്തെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നത്. ഹി നോസ് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും അറിയുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ദൈവം ആരാണെന്ന് നമുക്ക് തിരിച്ചറിവില്ലാതെ ഈ ആരാധനയിൽ വന്നിട്ട് പോകുന്നിടത്താണ് നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത്. ഒരിക്കലൊരു സിമ്പിൾ കഥ നമ്മൾ നാട്ടിൽ കേട്ടിട്ടുള്ളതാണ്, കൊക്കിൻ്റെയും കുറുക്കൻ്റെയും കഥ. അത് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു ന്യൂ വേർഷനാണ് ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത്. ഒരിക്കൽ കുറുക്കൻ വലിയൊരു വിരുന്നൊരുക്കിയിട്ട് ചങ്ങാതിയായിരിക്കുന്ന കൊക്കിനെ വിളിക്കുക. കുറുക്കൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ അതൊരു സൈനാണ്. കുറുക്കൻ്റെ ബുദ്ധിയാന്ന് പറഞ്ഞാൽ അവന് വക്രബുദ്ധി, കുരുട്ട് ബുദ്ധിയാണ്. പിന്നെ എന്തോ ചെയ്യുന്നത് ചോദിച്ചാൽ വലിയ സദ്യയൊക്കെ ഒരുക്കിയെങ്കിലും ഭക്ഷണം കഴിക്കാൻ വിളമ്പിയപ്പോൾ ചങ്ങാതിയായിരിക്കുന്ന കൊക്കിനെ ഈ പരന്ന പാത്രത്തിലാണ് കൊടുക്കുന്നത്. നമുക്കറിയാം കൊക്കിന് പരന്ന പാത്രത്തിൽ കഴിക്കാൻ പ്രയാസമുള്ള ഒരു സാഹചര്യമാണ്. എന്നാൽ ഇവർ ഭക്ഷണം കഴിച്ചു. നമ്മൾ പറയുന്ന പോലെ ഒരു ആക്കിയ ചിരിയൊക്കെ ചിരിച്ച് കുറുക്കനും ഭക്ഷണം കഴിക്കുകയാണ്. എന്നാൽ ഈ ചങ്ങാതിയായിരിക്കുന്ന കൊക്ക് ഒരു പഴിവാക്ക് പോലും, ഒരു വേദനയോ പ്രയാസമോ പറയാതെ കുറേ നേരം അവനോട് കൂടെ ഇരുന്ന് ഫെലോഷിപ്പ് കൊടുത്തു. എന്നിട്ട് അവന് തന്ന ഭക്ഷണത്തിന് കഴിച്ചില്ലെങ്കിൽ നന്ദി പറഞ്ഞിട്ട് വീട്ടിലോട്ട് മടങ്ങി. നമ്മുടെ ഒരു സ്വഭാവം അനുസരിച്ചാണ് നമ്മൾ 1-9 പറഞ്ഞിട്ടേ നമ്മൾ മാറുകയുള്ളൂ. വിശ്വാസിയാണെന്നൊക്കെ നമ്മൾ പറയും അല്ലേ? വിനയമുള്ള ഹൃദയം എന്നിൽ മെനയണമേ എന്നൊക്കെ നമ്മൾ പാടും. കാലിൻ്റെ പെരുവിരൽ നോക്കി ഒരു ചവിട്ട് കിട്ടുമ്പോൾ അറിയാം അല്ലേ നമ്മൾ വിശ്വാസിയാണോ അവിശ്വാസിയാണോ. സാധാരണ പറയും ക്രിസ്ത്യാനിയെ തോണ്ടിയാൽ അറിയാം അവൻ എന്നോ തരത്തിലുള്ള ആളാണ്, ജ്ഞാനിയാണോ അജ്ഞാനിയാണോ എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഈ കഥയിൽ ഇങ്ങനെയല്ല സംഭവിക്കുന്നത്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പകരത്തിന് പകരം കൊടുക്കുന്നതിന് പകരം ചങ്ങാതിയായിരിക്കുന്ന കൊക്ക് മനോഹരമായ സദ്യ ഒരുക്കിയിട്ട് ഈ കുരുട്ട് ബുദ്ധിക്കാരനായിരിക്കുന്ന കുറുക്കന് സദ്യ കൊടുത്തു. അവന് പരന്ന പാത്രത്തിലും കൊടുത്തു. കൊക്ക് കൂജ പോലെ ഒരു പാത്രത്തിലും ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം മുമ്പോട്ട് പോകുമ്പോൾ ഈ കുറുക്കന് തോന്നി, ഞാൻ ഇത്രയും മോശപ്പെട്ട് മ്ലേച്ഛമായിട്ട് എൻ്റെ ചങ്ങാതിയോട് പെരുമാറിയിട്ടും അവൻ എത്ര മാന്യമാരായിട്ടാണ് എന്നോട് പെരുമാറിയിരിക്കുന്നത്. അവൻ്റെ ഹൃദയത്തിൽ കുത്തൽ തുടങ്ങി. അവൻ്റെ ഹൃദയത്തിലൊരു ആന്തലായി പൊട്ടലായി. പ്രിയമുള്ളവരെ, അവൻ്റെ ജീവിതത്തിലൊരു അനുതാപത്തിൻ്റെ അനുഭവം, ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് കൺഫെഷൻ. അവനൊരു കുമ്പസാരത്തിൻ്റെ അനുതാപത്തിൻ്റെയും ഹൃദയം പൊട്ടലിൻ്റെ അനുഭവത്തിൽ വരികയാണ്. പ്രിയമുള്ളവരെ, അവൻ ഈ ചങ്ങാതിയായിരിക്കുന്ന കൊക്കിൻ്റെ അടുക്ക് ചെന്നിട്ട് പറഞ്ഞു, സുഹൃത്തെ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. ഇതിനാണ് അനുതാപം എന്ന് പറയുന്നത്, ഇതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെ പഠിച്ചും പഠിപ്പിച്ചും അനേക കോൺഫറൻസുകളിലൊക്കെ അറ്റൻഡ് ചെയ്ത് നടക്കുന്ന അല്ലാതെ പ്രിയമുള്ളവരെ എന്ത് മാറ്റമുണ്ടായി ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ? പറയാൻ ഒരുപാട് എണ്ണങ്ങൾ കാണും, പറയാൻ ഒരുപാട് ട്രഡീഷൻസ് കാണും നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രേഷ്ഠമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇവിടെ 4ാമത്തെ പ്രധാനപ്പെട്ട കാര്യം കർത്താവ് കൈകാര്യം ചെയ്യുന്നത് മിഷനാണ്, ദൗത്യമാണ്. നമുക്കറിയാം കർത്താവിന് അഭിഷേകമുണ്ട്, കർത്താവിന് ദൈവത്തിൻ്റെതായിട്ടുള്ള വലിയൊരു ബലം പിതാവായിരിക്കും ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു ദൗത്യത്തിന് വേണ്ടി കർത്താവ് ഒരുങ്ങുകയാണ്. തൻ്റെ ദൗത്യം എന്താണ് എന്നുള്ളത് ലോകത്തോടെ പറയുവാൻ കർത്താവ് ശ്രമിക്കുകയാണ്. അത് നമ്മളിവിടെ വായിച്ച് കേട്ടല്ലോ. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും. കർത്താവിൻ്റെ ഗ്രേസ് പ്രസംഗിക്കാൻ വേണ്ടിയാണ്, പിതാവായിരിക്കും ദൈവത്തിൻ്റെ ഗ്രേസ് പ്രസംഗിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. വാട്ട് ഈസ് അവർ മിഷൻ ടുഡേ? എന്താണ് നമ്മുടെ ദൗത്യമെന്ന് പറയുന്നത്? ഇന്ന് നമ്മൾ എവിടെ നിൽക്കും? നമ്മൾ പറയും ഭയങ്കര ദൗത്യമാണ്, അവിടെ മിഷൻ ബിൽഡ്, ഇവിടെ മിഷൻ ബിൽഡ്, പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ആസ് എ ചർച്ച് ഓർഗനൈസേഷൻ എന്ന നിലയിൽ നമ്മുടെ ദൗത്യം എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ ശക്തമായിട്ട് പരിശോധിക്കേണ്ട കാര്യമാണ്. ഞാൻ പറയുന്നത് പലയിടത്ത് എന്നാൽ സേവ്യാ സംഘത്തിൻ്റെ മെയിൻ മിഷൻ ദൗത്യം എന്ന് പറയുന്നത് എന്നാണെന്നറിയാമോ? കുക്കറി ഷോയാണ് മെയിൻ പരിപാടി. സഭ എന്തിനാണ് ഒരു സംഘടനയെ, ദൈവം എന്തിനാണ് ലോകത്തെ ആക്കി വെച്ചിരിക്കുന്നത്? ഇന്ന് നമ്മൾ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യതിചലിച്ചു പോയിരിക്കുന്ന അനുഭവം. ഇടവമിഷൻ്റെ ദൗത്യം പലയിടത്ത് ചെന്നാലും എന്നാണെന്നറിയാമോ? ഇവിടുത്തെ കാര്യമല്ല, കസേര കളിയാണ്. അച്ചായമാർ തമ്മിലുള്ള ഏറ്റവും വലിയ കസേര കളിയും വലിയും നടക്കുന്ന ഒരിടമാണ്. എന്നാൽ ഭയങ്കര ഭക്തരാണ്, ബൈബിൾ താഴെ വെക്കത്തൊന്നുമില്ല, ദൈവത്തിൻ്റെ തൊട്ടടുത്ത ആളുകളാണെന്ന് അവർ തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. വാട്ട് ഈസ് അവർ മിഷൻ? യുവനിസൈക്യത്തിൻ്റെ പരിപാടി ചിലയിടങ്ങളിൽ ചെന്നാൽ ഇപ്പം മെയിൻ പരിപാടി ഡോഗ് ഷോയാണ്. ആരാധന, പഠനം, സേവനം, സാക്ഷ്യം ഒക്കെയാണ് ഇതിൻ്റെ വലിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. എങ്കിലും
എല്ലാ സംഘടനയൊന്നും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. എന്നാൽ നമ്മൾ ഒരുപാട് വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ, കാലഘട്ടത്തിന് പുറകെ നമ്മൾ പലപ്പോഴും അതിനനുസരിച്ച് ഓടുമ്പോൾ, പ്രിയമുള്ളവരെ, കർത്താവ് പറയുന്ന കാതലായ ദർശനങ്ങളിൽ നിന്ന് നമ്മൾ മാറിയിരിക്കുന്നു. അവിടെ മിഷൻ എന്ന് പറഞ്ഞാൽ 110 മെഡിക്കൽ കോളേജും 250 കോളേജുകളും അതിനെ തുടർന്നുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഉണ്ടായിട്ട് അതിൻ്റെ അസറ്റിൽ വളരെ അഭിരമിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറുന്ന ഒന്നുമല്ല ദൈവത്തിൻ്റെ മിഷൻ. നമുക്ക് അവിടെയാണ് അപജയം സംഭവിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ബദ്ധന്മാർക്ക് വിടുതൽ എവിടെ നിൽക്കുന്നു? നമ്മുടെ സാക്ഷ്യത്തിൽ. കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നതിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മുടെ സാന്നിധ്യം. വിശക്കുന്നവനെ അപ്പമായി തീരുന്നതിൽ നമ്മുടെ സാന്നിധ്യം എവിടെ നിൽക്കുന്നു? മറ്റുള്ളവനോട് ദൈവത്തിൻ്റെ ഗ്രേസ് പറയുന്നതിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സാന്നിധ്യം എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ നമ്മളോട് ചോദിക്കണം. പ്രിയമുള്ളവരെ, ഇറ്റ് ഈസ് എ വിഷൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ദർശനമാണ്. യേശുവിൻ്റെ ദർശനത്തിൻ്റെ വ്യത്യാസം എന്താണ്? ഇത് പുൽക്കൂടിൻ്റെ ദർശനമാണ്. ഇത് കഴുതയുടെ പുറത്ത് പോകുന്ന ഒരു രാജാവിൻ്റെ ദർശനമാണ്. ഇത് ശപിക്കപ്പെട്ട കുരിശ് കവറായിട്ട് ലോകത്തിൻ്റെ മുമ്പാകെ പ്രസംഗപീഠമായിട്ട് നിൽക്കുന്ന യേശുവിൻ്റെ ദർശനമാണ്. അതുകൊണ്ടാണ് ദേവാലയത്തിൻ്റെ പരിസരത്ത് ഒരു ആഭരണങ്ങളുമില്ലാതെ, പ്രിയമുള്ളവരെ, ഈ അടുത്ത സമയത്ത് കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു ആഭരണങ്ങളും ചമയങ്ങളുമില്ലാതെ ഈ ഗലീല കടലിൻ്റെ തീരത്ത് ആ പടകിൻ്റെ ആ കട്ടമരത്തിലിരുന്ന് ശിഷ്യന്മാരോടും വന്നവരോടും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചവനാണ് നമ്മുടെ ക്രിസ്തു എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, പ്രിയമുള്ളവരെ, ഈ ക്രിസ്തുവിൻ്റെ ദർശനം എങ്ങനെ നിൽക്കുന്നു? ബലവാന്മാരെ സിംഹാസനം നിറക്കി താണവരെ ഉയർത്തുന്ന കർത്താവ് ഈസ് എ ഗോഡ് ഓഫ് മാർജിൻസ്. അരികുകളുടെ ദൈവമാണ്. ഈസ് എ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിൻ്റെ നേച്ചറാണ് യേശു കർത്താവിടെ ഇൻ്റർപ്രറ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നത്. ഈ സിനഗോഗിലെ ആരാധനയുടെ മധ്യത്തിൽ, പ്രിയമുള്ളവരെ, ഇതാണ് ദൈവം എന്നുള്ളത് പറയുവാൻ ശ്രമിക്കുകയാണ്. നമ്മൾ പൊതിഞ്ഞു വെച്ചുകയും നമുക്ക് തോന്നിയ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സ്ഥാനത്ത് നിന്നും ദൈവം വളരെ വിദൂരതയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് യേശു കർത്താവ് ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആരാധന കഴിയുമ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകണം. ഞാൻ പറഞ്ഞല്ലോ, ആരാധനയുടെ മധ്യത്തിലാണ് യേശു കർത്താവ് ഇത് വളരെ വ്യക്തമായിട്ട് പറയുവാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, അനേക ആരാധന കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പിതാക്കന്മാരും മാതാക്കന്മാരും അനേക പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. മാരാമൺ കൺവെൻഷൻ ഇരിക്കുമ്പോഴാണ് ആ വലിയ ആരാധന സമൂഹം അവരുടെ വചനം കേട്ടതിന് ശേഷമാണ് അവർ പറയുന്നത്, ഞങ്ങൾ മന്ദിരങ്ങൾ തുടങ്ങാൻ പോവുകയാണ്, ഞങ്ങൾ സുവിശേഷ പ്രസ്ഥാനങ്ങൾ തുടങ്ങാൻ പോവുകയാണ്, ഞങ്ങൾ ചില ചീത്ത വശങ്ങൾ ഞങ്ങൾ ഒഴിവാക്കാൻ പോവുകയാണ്. എത്രയോ നാളുകളായി ആരാധനയെ സംബന്ധിക്കുന്നു, വന്ന് മനോഹരമായിട്ട് കടന്നു പോകുന്ന. അല്ലാതെ, പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിന് കാര്യമായിട്ടുള്ള രൂപാന്തരം എന്തെങ്കിലും സംഭവിച്ചോ? പിന്നെ നമ്മൾ ദൈവത്തെ ഭരിക്കുകയാണ്. ദൈവം ആരാണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഒരു ക്ലാസ്സിലിരുന്ന് വലിയ പണ്ഡിതനായിരിക്കുന്ന ഒരു അധ്യാപകന് വലിയ കളിയാക്കിയ ദൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കൊച്ചുകുഞ്ഞ് എണ്ണിച്ച് പറഞ്ഞു, സാറേ, ആകാശത്തിൽ എത്ര പക്ഷികളുണ്ടെന്ന് സാറിനറിയാമോ? അറിയത്തില്ല. നമ്മുടെ ഈ വില്ലേജിൽ നമുക്ക് ഈ ഒരു ആകാശത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എത്ര നക്ഷത്രം അവിടെ ഉണ്ടെന്ന് സാറിന് പറയാമോ? പറയാൻ പറ്റത്തില്ല. സാറിൻ്റെ തലയിൽ എത്ര തലമുടി ഉണ്ടെന്ന് സാറിന് പറയാമോ? അതും അറിയത്തില്ല. സാറ് ഹീസ് 4 PhD പിന്നെ പോസ്റ്റ് ഡോക്ടറേറ്റ് കഴിഞ്ഞ മനുഷ്യനുമാണ്. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞ് ചോദിക്കുകയാണ്, നമുക്കറിയാം, ഇതുപോലും അറിയാതെ സാറാണോ ദൈവം ആരാണെന്ന് പറയുവാൻ ശ്രമിക്കുന്നത്? നമ്മുടെ വായിൽ എത്ര പല്ലുണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല. പിന്നാണ് നമ്മൾ ദൈവത്തെ നിർവചിക്കുവാൻ നടക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവ സാന്നിധ്യവും ദൈവിക ബോധവും ഈ നാളുകളിൽ നമ്മളെ ശക്തിയായിട്ട് ഭരിച്ചുവെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ദൈവത്തിൻ്റെ ദർശനം ഭംഗിയായിട്ട് കർത്താവിടെ പറയുവാൻ ശ്രമിക്കുകയാണ്. സുവിശേഷം പ്രസംഗിക്കുവാനാണ് വന്നിരിക്കുന്നത്. ഗോസ്പൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ചുമ്മാ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർന്നേറ്റു തീർന്നു. ഇതൊന്നുമല്ല. ഗോസ്പൽ എന്ന് പറയുന്നത് ഒരു ജീവിതക്രമമാണ്. ആയിത്തീരേണ്ട അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ഗാന്ധിജിയൊക്കെ പറയുന്നുണ്ട്, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ നമ്മളെല്ലാവരും സുവിശേഷം. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സുവിശേഷമുള്ള സഭയാണ് മാർത്തോമാ സഭ. കാരണം മാർത്തോമാ സഭയിൽ 10 ലക്ഷം പേരുണ്ടെങ്കിലും 10 ലക്ഷം പേരും ആരാണ്? എവരി മാർത്തോമായിട്ട് ഈസ് എ മിഷണറി. നമ്മളെപ്പോഴും പറഞ്ഞു നടക്കുകയാണ്, സുവിശേഷകർ. എവിടെ നിൽക്കുന്നു ഈ സഭ? നമ്മൾ ചിന്തിക്കണം. പ്രിയമുള്ളവരെ, നമ്മളാണ് ഇതിന് മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദർശനത്തിൽ നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കണം. യേശു കർത്താവ് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് പറയുകയാണ്. ആത്മീയമായിട്ടുള്ള അന്ധത ബാധിച്ചവർക്ക് വിടുതൽ കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുകയാണ്. അതേപോലെ തന്നെ മെസ്സിയ came to free those who are spiritually oppressed. ക്രൈസ്റ്റ് ഈസ് ദ ലിബറേറ്റർ. നമുക്കറിയാം, ലിബറേഷൻ എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലെ സകല ബന്ധനങ്ങളിൽ നിന്നും വെടിക്കുവാൻ ശ്രമിക്കുന്ന അനുഭവത്തെക്കുറിച്ചാണ്. ആത്മീയമായ ഉൾക്കാഴ്ച കൊടുക്കുവാൻ കർത്താവ് വരികയാണ്.
ഇത് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പ്രസാദ വർഷം, ജൂബിലി ഇയർ കർത്താവ് പ്രസംഗിക്കുവാൻ ശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ജൂബിലി ഇയർ എന്ന് പറയുന്നത് റിയലി വി ആർ ഓണറിങ് ഗാഡ്. ദൈവത്തെ ബഹുമാനിക്കുന്ന ഒരു പ്രസാദ വർഷത്തെക്കുറിച്ചാണ് പറയുന്നത്. കാരണം ആ കാലഘട്ടത്തിൽ നമ്മൾ ലാൻഡിനെ റെസ്പെക്റ്റ് ചെയ്യും, വിധവകളെ നമ്മൾ അവരെ ബഹുമാനിക്കും, നമ്മൾ പരദേശികളായിരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അടിമകളായിരിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ സ്നേഹിക്കുകയും കരുതുകയും അവരുടെ ജീവിതത്തിൽ ഒരു റെസ്റ്റോറേഷൻ, വീണ്ടും ഒരു പുനഃസ്ഥാപനം സാധ്യമായി തീരുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഇതാണ് കർത്താവ് കൃത്യമായിട്ട് ഇവിടെ പറയുന്നത്. ദിസ് ക്ലിയർലി ഇൻഡിക്കേറ്റ് ദ നേച്ചർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ പറയുവാൻ ശ്രമിക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ ഒരു ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമ്മൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ പ്രിയമുള്ളവരെ, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അഭിഷേകം എന്താണെന്ന് കർത്താവ് ഇവിടെ പറയുന്നുണ്ട്. മിഷൻ എന്താണെന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്ക്രിപ്ചർ എങ്ങനെ കോൺടെക്സ്റ്റിലായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണമെന്നുള്ളത് കർത്താവ് പറയുന്നുണ്ട്. ആരാധനയുടെ മധ്യത്തിൽ നമുക്ക് എന്ത് നിലപാടുണ്ടാകണം എന്നുള്ളതിനെക്കുറിച്ച് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുവാൻ ശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ എങ്ങനെ ഇരിക്കുന്നു ജീവിതം? ഞാൻ പറയും, വടി വെക്കുന്നിടത്ത് കുടയും വെക്കത്തില്ല, കുട വെക്കുന്നിടത്ത് വടി വെക്കത്തില്ല, കുടയും വടിയും വെക്കുന്നിടത്ത് നമ്മൾ കാണത്തുമില്ല. ടി ഡി രാമകൃഷ്ണൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു എഴുത്തുകാരൻ പറയുന്നത്, ഇന്ന് 3 സുവിശേഷമാണ് മലയാളിയെ ഭരിക്കുന്നത്. 1, ഇപ്പം ഞാൻ പറഞ്ഞത്. 2, ചിരിച്ചോണ്ട് കഴുത്തിറക്കുക. നമ്മൾ വിചാരിക്കും വലിയ സ്നേഹമാണ് എന്നുള്ളത്, പക്ഷേ അടിയിൽ കൂടെ പണിയുക. ഇത് വളരെ കൂടിക്കൊണ്ട് മലയാളിയുടെ ഒരു മലയാളി സ്വഭാവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. ഇതൊരു ജീവിതത്തിൻ്റെ തകർച്ചയാണ്. മറ്റൊന്ന്, വിശുദ്ധൻ്റെ മുഖഭാഗത്തോടുകൂടെ ഏത് നുണയും പറയുക. നമ്മൾ കാണുമ്പോൾ വലിയ സ്തോത്രവും കൈകൊടുപ്പും ഒക്കെ, എന്നാൽ മാറിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ജീവിതം എങ്ങനെ നിൽക്കുന്നു? ഈ 3 സുവിശേഷമല്ല ഇന്ന് ഞാൻ എൻ്റെ അവസാന ഭാഗത്ത് പറയുവാൻ ശ്രമിക്കുന്നത്. ഈ 3 സുവിശേഷങ്ങളല്ല നമ്മളെ ഭരിക്കേണ്ടത്. അതിലുപരി ക്രിസ്തു പറയുന്ന ഒരു ജീവിതക്രമം, ക്രിസ്തു പറയുന്ന വളരെ സനാതനമായിരിക്കുന്ന മൂല്യം. ദൈവത്തോട് ചേർന്ന് ഹാനോക്ക് നടന്നതുപോലെ നടക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മോർണിംഗ് വാക്കൊന്നുമല്ല, അല്ല ഈവനിങ് വാക്കൊന്നുമല്ല. ദൈവക്രമത്തോടും ദൈവമൂല്യത്തോടും ദൈവീയമായിരിക്കുന്ന കൽപ്പനകളുടെയുള്ള വിധേയത്തിലൂടെ ഒരു കവനന്റ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള യാത്ര തുടരുന്നിടത്ത് മാത്രമേ സുവിശേഷം വളരെ സംഗതമായിട്ട് പ്രസൻറ്റ് ചെയ്യുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അല്ലാത്തടത്തൊക്കെ നമ്മളിത് വളരെ ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ വളരെ നേർപ്പിച്ച് ഇതിൻ്റെയൊക്കെ വീര്യം കളഞ്ഞിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഒരു അട്രാക്ഷൻ ഇല്ലാതെ പോകുന്നത്. ക്രിസ്തു ചരിത്രത്തിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആടയാഭരണങ്ങളൊന്നുമില്ലെങ്കിലും യെരുശലേം ദേവാലയത്തിൽ ചാട്ടവാറുമായിട്ട് നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേകതയാണ്. ഒരു എസ്കോട്ടും ഇല്ല, ഒരു സെക്യൂരിറ്റി ഇസഡ് കാറ്റഗറി ഒന്നുമില്ല, ബ്ലാക്ക് ക്യാറ്റ്സിൻ്റെ ഒരു അകമ്പടിയൊന്നുമില്ല. എന്നാൽ ഈസ് ആൾമൈറ്റി ലോർഡ്, ശക്തനായിരിക്കും ദൈവം. പ്രിയമുള്ളവരെ, ഇന്നും ഈ ചരിത്രത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം അനേകരെ മാറ്റിയ സുവിശേഷമാണ്. നരഭോജികളെ ദൈവദാസന്മാരാക്കിയ, അനേകരുടെ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ നിന്നും അവരെ ഉയർത്തിയ, അനേക ജീവിതത്തിൻ്റെ മ്ലേച്ഛതകളിൽ നിന്നും അവരെ നല്ല മനുഷ്യരാക്കി തീർത്ത, അനേകരുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ അവർ ഡ്രഗ് ഉപയോഗിച്ചപ്പോഴും മദ്യം ഉപയോഗിച്ചപ്പോഴും മോശപ്പെട്ട കാര്യങ്ങളായിരുന്നപ്പോഴും അവർക്ക് തിരികെ ഒരു ജീവിതം ഉണ്ട് എന്ന് അവരോട് പറഞ്ഞതാണ് സുവിശേഷം. ഇനിയും നിനക്കൊരു പ്രഭാതമുണ്ട് എന്ന് പറയുന്നത്, ഇനിയും നിനക്ക് അത്താഴമുണ്ട് എന്ന് പറയുന്നത്, ഇനിയും നിനക്ക് സംഗീതത്തിൻ്റെ അനുഭവമുണ്ട് എന്ന് പറയുന്നതാണ് ഈ വലിയ സുവിശേഷം. ഇത് വലിയ പ്രതീക്ഷയാണ് പ്രിയമുള്ളവരെ. തെറ്റിയാലും ഒരു ഊഴങ്കട നൽകി മുടിനായ പുത്രൻ്റെ ഉപമയിൽ നിൽക്കുന്ന പിതാവ് ഇന്ന് ഈ പകൽക്കാലം നിന്നെ കാത്തു നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് മടങ്ങി വരാം. ഈ സഭയുടെ പാരമ്പര്യം സുവിശേഷത്തിൻ്റെ പാരമ്പര്യമാണ്. അതുകൊണ്ട് പോകുന്നയിടങ്ങളിൽ നമ്മൾ സുവിശേഷത്തിൻ്റെ ചൈതന്യമുള്ള വാർത്താക്കളായിട്ട് മാറുവാൻ തക്കവണ്ണം, അതിൻ്റെ മാധ്യമങ്ങളായിട്ട് മാറുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് പരിശുദ്ധ സന്നിധി ശിരസ്സുകളെ വണക്കാം. കേട്ട തിരുവചനങ്ങളെ ഓർത്തിട്ട് ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ.
prayer of confession, first in English, then in Malayalam. I confess that I have sinned against you, O Father, Son, and Holy Spirit, in thought, word, and deed. I am sorry with all my heart for these my sins. I believe in your promise that you will receive all those who truly repent. O Lord, who is merciful and full of grace, accept me, even as you accepted the publican, the woman who was a sinner, and the thief on the cross. Comfort me with the consolation of your word. O Lord, grant that your holy body and holy blood, in which I now partake, may redeem me from judgment and condemnation, and bring me to life and wholeness. Amen. സർവശക്തിയുള്ള ബാവാതമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിന് തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പൊതുജീവനിൽ നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നിർത്തുമാറാകട്ടെ. എൻ്റെ സഹോദരങ്ങളും പ്രധാനികളുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പേ.
സകലത്തിൻ്റെയും ദൈവവും കർത്താവുമായുള്ളവയും അയോഗ്യരാന്ന് ഞങ്ങൾ വഞ്ചന കൂടാത്തവരും സ്നേഹബന്ധത്തിൽ ഐക്യപ്പെട്ടവരുമായി വിശുദ്ധവും ദൈവമായ ചുമനം കൊണ്ട് അന്യോന്യം സമാധാനം കൊടുപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നിനക്ക് നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്നിന് തത്വത്തിനോട് ഏകത്തുള്ളനുമായി നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എപ്പോഴും ഞങ്ങൾക്കരേറ്റും ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികവുമായ ചുമനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ സമാധാനം കൊടുക്കണം. ലഭിച്ചിരിക്കുന്ന വിശുദ്ധ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിൻ്റെ മുൻപാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കാരുണ്യവാനായ കർത്താവേ, മഹോന്നതങ്ങൾ വസിക്കുകയും താണകാര്യങ്ങളെ കടാക്ഷിക്കുകയും ചെയ്യുന്നവൻ നീ മാത്രമായിരിക്കയാൽ നിന്റെ സന്നിധി തങ്ങളുടെ കഴുത്തുകളെ ഉണക്കിയിരിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ അയച്ച് നിന്റെ ഏകപുത്രന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവനോട് നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടെ സ്തുതിയും ബഹുമാനവും ആധിപത്യവും എന്നേക്കും നിനക്ക് യോഗ്യമായിരിക്കുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടെ നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഉടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നതുമായ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. സർവസൃഷ്ടിയുടെയും നിർമ്മാതാവിനെ സ്തോത്രം ചെയ്യുവാനും വന്ദിപ്പാനും സ്തുതിപ്പാനും ശരീരികളും അശരീരികളുമായ വാനസേനകളാകുന്ന സൂര്യനും ചന്ദ്രനും സകല നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയ ഊർസ്ലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിയാതന്മാരായ മാലാഖമാരും പ്രധാന മാലാഖമാരും റീസനവാസന്മാരും സുൽത്താനന്മാരും മൗദേന്മാരും മാറാവാസന്മാരും ഹൈലേന്മാരും കണ്ണുകൾ വളരെയുള്ള ക്രോബേന്മാരും കാലുകളും മുഖങ്ങളും മൂടിക്കൊണ്ട് അന്യോന്യം പറന്ന ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്നാർത്ത് പാടി ചൊല്ലുന്ന ആറാറ് ചിറകുള്ള ശ്രാഫേന്മാരും സ്തുതിക്കുന്നവനെ നാമും സ്തുതിക്കണം. കോയേൻ വോമറിയേ
പരിശുദ്ധൻ 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 ഞങ്ങളുടെ സ്തുതി. കർത്താവിന്റെ നാമത്തിൽ വാഴ്ത്തപ്പെടുന്നു. പാപമില്ലാത്തവൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം സഹിപ്പാൻ ഒരുങ്ങിയപ്പോൾ തൻ്റെ തൃക്കൈകളിൽ അപ്പം എടുത്തു, സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പേൻ, നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് അരുളി ചെയ്തു. അപ്രകാരം തന്നെ കാസായും അവനെടുത്തു, സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇതനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നുവെന്ന് അരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, നിന്റെ മരണത്തെയും കബറടക്കത്തെയും മൂന്നാം ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പിനെയും സ്വർഗാരോഹണത്തെയും പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തുള്ള ഇരിപ്പിനെയും ഭൂലോകത്തെ നീതിയോടെ നീ വിധിച്ച് അവനവൻ്റെ ക്രിയകൾ പോലെ എല്ലാവനും പ്രതിപകരം ചെയ്യുന്നതുമായ രണ്ടാമത്തെ നിന്റെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു. ഇത് നിമിത്തം രക്തം കൂടാത്ത യാഗമാകുന്ന ഈ ശുശ്രൂഷ നിനക്ക് ഞങ്ങൾ അണയ്ക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുറ്റങ്ങൾ പോലെ ഞങ്ങളോട് ചെയ്യരുത്. ഞങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് പകരം ചെയ്യുകയും അരുത്. എന്നാലോ നിന്റെ കരുണകളുടെ ബഹുത്വപ്രകാരം നിന്റെ ദാസരാ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഈ സമയത്ത് നിന്റെ ജനവും നിന്റെ അവകാശവുമാകുന്ന ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. ലാബുക്കോ ഖാദമറോ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്ത് ദയതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ അപ്പം നമ്മുടെ കർത്താവേ ശിമിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, കൈക്കൊള്ളുന്നവരുടെ ദേഹദേഹി ആത്മാക്കളെ നിന്റെ തിരുസഭയുടെ സ്ഥിരതയ്ക്കായി സൽക്രിയകളാകുന്ന ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതിനായി ശുദ്ധീകരിക്കണമേ. വിശ്വാസമാകുന്ന പാറമേൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതും പാതാളവാതിലുകൾ ജയിക്കാത്തതുമായ തിരുസഭയെ സ്ഥിരപ്പെടുത്തി വേദാവിപരീതക്കാർ മുഖാന്തരമുള്ള ഇടർച്ചകളിൽ നിന്നും അവസാനത്തോളം അതിനെ രക്ഷിച്ചു കൊള്ളണമേ. നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതിയും സ്തോത്രവും നിന്റെ സഭ കരേറ്റും. ഹോശോ ബുക്കുലസുബാലവൽമേ. കർത്താവേ, നാല് ഭാഗങ്ങളുമുള്ള വിശുദ്ധ സഭയെ മേച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്തായും
ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ജോസഫ് മർത്തോമാ മെത്രാപ്പോലിത്തായും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ ഗീവർഗീസ് മാർ അത്താനാസ്യോസ് സഫർഗൻ മെത്രാപ്പോലിത്തായും ഗീവർഗീസ് മാർ തിയോഡോഷ്യസ്, ഇയോയാക്കീം മാർ കൂറിലോസ്, ജോസഫ് മാർ ബർന്നബാസ്, തോമസ് മാർ തിമത്യോസ്, ഐസക് മാർ ഫിലക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാറിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ്, തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പന്മാരെയും കശീശന്മാർ ശമാശന്മാർ മുതലായി പട്ടത്തിൻ്റെ അടുത്തെല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ രൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിൻ്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെൻറ്റ് അംഗങ്ങൾക്ക് വേണ്ടിയും വിശേഷാൽ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മയും നിന്നുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയും അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴിൽ അവരെ നടത്തണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ചു വിശ്രമിക്കുന്ന വിശ്വാസികളായ സ്ഥലമരിച്ചവരെയും അവസാന നാളിൽ നീ അർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. മഹാദൈവം നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് പരിശുദ്ധ സന്നിധി നമ്മുടെ ശിരസ്സുകളെ വണക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ വിധങ്ങളായിരിക്കുന്ന പ്രയാസങ്ങളും വേദനകളും ഒക്കെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. സകല ചിന്താകുലവും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇട്ടുകൊണ്ട് ഈ നാളുകളിൽ ആശ്വാസത്തോടെ സമാധാനത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം നമ്മളെല്ലാവരും ദൈവം സഹായിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണല്ലോ. കർത്താവ് ഈ നാളുകളിലെ ഹൃദയാനുറുക്കത്തിൻ്റെ മധ്യത്തിൽ ആശ്വസിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും കർത്താവ് കൃപയാൽ ഒരുക്കിയാട്ടെ. ഞങ്ങളുടെ രോഗികളെ ഞങ്ങളുടെ പിതാവേ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദിന്യമില്ലാത്തതും മന്യമായിരിക്കുന്നതും തത്വത്തിലേകമായിരിക്കുന്നതുമായ തത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോട് കണ്ണു ചെയ്യണമേ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപായും പരിശുദ്ധനാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തൻ്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തൻ്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉണ്ടാകുന്നതുമായ
സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവൃത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായി നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളും വാത്സല്യരും എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പിതാമക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തുന്നേൽപ്പിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ എന്നേക്കുള്ള പുതുക്കത്തിനുമായി വരുമായിരിക്കുന്നതിനായ ദൈവോത്ര പാപരിഹാരം ചെയ്തിരിക്കുന്ന നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടതല്ലാത്ത വലതുകര നീട്ടുകടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും ഗാഗുൽത്താൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാതല്ലാത്ത തിരിച്ചു രക്തങ്ങളെ കൈക്കൊള്ളുന്ന
നിന്റെ ആരാധനക്കാരുടെ കൂട്ടത്തെ നീ വാഴ്ത്തേണമേ. മഹാദൈവവും മനുഷ്യതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധകൾ വഹിച്ചിരിക്കുന്നതിന് മേലും ഇവയെ കൊടുക്കുന്നതിന് മേലും ഇവയെ കൈക്കൊള്ളുന്നതിന് മേലും ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നതിനുമായ എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ആർദ്രകരണം ഞങ്ങളുടെ മേലും ഇവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ വിമോചനത്തിനുമായി ഗാഗുൽത്താൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. സ്തോത്രത്തോടെ ഇതിനെ കൈക്കൊള്ളുവീൻ. സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങളുടെ ആരുടെയും ന്യായവിധിക്കും പ്രതികാരത്തിനുമാക്കി തീർക്കാതെ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. കർത്താവേ, സ്വർഗീയമായ നിന്റെ മേശയിൽ നിന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കിയതിൻ്റെ കരുണയുടെ ബഹുത്വം നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശരീരക്തങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ നിന്റെ വിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായിട്ടും ആദ്യമുതലുള്ള നിന്റെ സകല വിശുദ്ധന്മാരോടും കൂടെ ഓഹരി അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് സ്വർഗം ചായച്ചിറങ്ങി വന്ന വലിയവനും അത്ഭുതനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനായ പിതാവായ ദൈവത്തെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇടപെടാതെ സ്തുതിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്യുന്നതങ്ങളിൽ വാസം ചെയ്യും ഇലോയി ദേവാ, തിങ്ങും കരുണ കണ്ണാൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ശോഭിതമാം നിൻ ക്രൂശിൻ നിഴലിൽ ഞങ്ങളെ മറച്ച കാരുണ്യത്താ ഈ കൂട്ടത്തെ വാഴ്ത്തിടണമേ. ക്ഷമിക്കണമേ. സമാധാനത്തോടെ നയിക്കണമേ. എൻ്റെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, പാപരിഹാരം ശരിക്കും കർത്താവിൻ്റെ യാഗത്തിന് പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിൻ്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവേ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിൻ്റെ ജയം നൽകുന്ന സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായാൽ മുദ്രപ്പെട്ടിരിക്കുന്നവരുമായുള്ളവരെ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് നിങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനരും പാപികളുമായിടിയാർ ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് കരുണയും സഹായവും ലഭിപ്പാൻ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്താലെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പേ.